പ്ലസ് ടു കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും ഏറ്റവും മികച്ച നല്ല സ്കോപ്പുള്ള നല്ല സാലറി തരുന്ന ജോലി അന്വേഷിക്കുന്ന തിരക്കിലാണ് എല്ലാവരും അല്ലേ. പക്ഷെ ഒരു ലോങ് വെയിറ്റ് ഇല്ലാതെ തന്നെ നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത്. നല്ലൊരു മാനേജർ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അപ്പം അത്തരം ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് HR അഡ്മിനിസ്ട്രേഷൻ. സോ ഇന്ന് നമ്മളുള്ളത് ഇൻഡാൻസ് ഗ്ലോബലിൻ്റെ CEO ആയിട്ടുള്ള സുഹൈല മാമിൻ്റെ കൂടെയാണ്. ആക്ച്വലി HR കുറിച്ച് ഏറ്റവും നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് മാമിന് തന്നെയായിരിക്കും. കാരണം മാമിൻ്റെ ഏർലി സ്റ്റേജസിൽ മാം HR ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ നമുക്ക് മാമിനോട് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. ഹായ് മാം. സോ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം HR ഒരു സേഫ് കരിയർ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഡെഫിനറ്റ്ലി HR ഇസ് എ ബൂമിംഗ് സെക്ടർ. അതുകൊണ്ട് തന്നെ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആണ്. ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ അവിടെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള HR ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്താണ്. സോ HR ഇസ് വെരി ക്രൂഷ്യൽ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഓക്കെ മാം. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് HR അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അവിടെ അവർ ചെയ്യേണ്ടത്? പല കുട്ടികളുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. MBA സ്പെഷ്യലൈസ്ഡ് ഇൻ HR ചെയ്താൽ അതല്ല HR ഒരു 1 year 2 year സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ കമ്പനി അവരെ ഡയറക്റ്റ് ആയിട്ട് HR മാനേജറായിട്ട് ഹയർ ചെയ്യുന്നത്. അതൊരു റോങ് കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്കൊരു HR ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു HR ചെയ്യേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹൗ ടു ഡു ഹയറിംഗ്, ഹൗ ടു ഡു റിക്രൂട്ട്മെന്റ്, ഹൗ ടു ട്രെയിൻ ദം, ഹൗ ടു ഡെവലപ്പ് ദിയർ സ്കിൽ, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, എംപ്ലോയീസിൻ്റെ എൻഗേജ്മെൻറ്റ്, അവരുടെ കോമ്പൻസേഷൻ, എല്ലാ കാര്യങ്ങളും ഒരു HR ഡ്യൂട്ടിയാണ്. ഇതൊക്കെ അറിയാതെ ഒരിക്കലും അവർക്കൊരു HR ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ HR ആയിട്ട് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് സർട്ടിഫിക്കേഷൻ, then you can do internship. ആ ഒരു ഇന്റേൺഷിപ്പിന്റെ എക്സ്പീരിയൻസ് കാണിച്ച് നിങ്ങൾക്കൊരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിൽ കയറാവുന്നതാണ്. ഓക്കെ. ഇപ്പം നമുക്കിപ്പോൾ HR അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നോക്കുന്ന സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും 1 month കോഴ്സ് മുതൽ 1 year കോഴ്സ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 4 month ട്രെയിനിങ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് HR അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഷെറിൻ, 4 months ഇസ് മോർ ദാൻ ഇനഫ്. ഇതൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ഇതിൽ നിങ്ങൾ 4 മാസം കൊണ്ട് തന്നെ ഒരു HR ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ട്രെയിനിങ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ട്രെയിനിങ് ഉണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള CV പ്രിപ്പറേഷനും. ഇൻ ഷോർട്ട്, നമ്മളിവിടെ കുട്ടികളെ കോഴ്സ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് പ്രാക്ടിക്കലി എങ്ങനെ ഒരു HR ആയിട്ട് വർക്ക് ചെയ്യണം എന്നതിൻ്റെ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നോർമലി എന്തൊക്കെ ഫീൽഡുകളിലേക്കാണ് HR അഡ്മിനിസ്ട്രേഷനിൽ ജോബ് കിട്ടുന്നത്? HR സ്കില്ലുള്ള കുട്ടികൾക്ക് എല്ലാ കമ്പനീസിലും ജോലിയുണ്ട്. വെദർ ഇറ്റ്സ് എ സ്മോൾ കമ്പനി, വെദർ ഇറ്റ്സ് എ മീഡിയം ഫേം, അതല്ലൊരു MNC ആവട്ടെ, എല്ലാ കമ്പനീസിനും HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. HR ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവർക്ക് പല ജോബ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ദെൻ എംപ്ലോയി എൻഗേജ്മെന്റ്, അതുപോലെ തന്നെ അവർക്ക് പേറോളിൽ വർക്ക് ചെയ്യാം. ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് HR എക്സിക്യൂട്ടീവ് ആയിട്ടാണ്. പിന്നെ ആ കുട്ടി റൈറ്റ് ടാലന്റ് ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു HR ഡയറക്ടർ ബോർഡിൽ വരെ ആ കുട്ടിക്ക് എത്തിത്തീരാൻ വേണ്ടി പറ്റും. അതൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എവറേജ് എത്രയൊക്കെ നമുക്ക് ഒരു സാലറി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സാലറി പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടാലന്റ്. ഓക്കെ, ആ കുട്ടിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ആ കുട്ടിക്ക് റൈറ്റ് സ്കില്ലുണ്ടെങ്കിൽ ആ കുട്ടി എത്രയാണോ കമ്പനിയോട് ഡിമാൻഡ് ചെയ്തത് ആ സാലറി കൊടുക്കാൻ കമ്പനി തയ്യാറായിരിക്കും. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചോദിച്ച പോലെ തന്നെ HR അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സാലറി ലഭിക്കുന്ന ഒരു ജോബ് തന്നെയാണ് അല്ലേ മാം? Definitely, Sharon. It's a wise career choice. Go for it. Okay. So guys, ഇപ്പോൾ നിങ്ങൾ HR അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇൻഡാൻസ് ഗ്ലോബലിൻ്റെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള HR അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്കൊരു റൈറ്റ് കരിയർ ചോയ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കോഴ്സിലേക്ക് ഒരാൾ എൻക്വയറി വരുന്ന സമയത്ത് തന്നെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അവരെ ആ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇവിടെ നമുക്ക് HR അല്ലാതെയും കോഴ്സുകൾ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ജോബുകളായിട്ടും അതേപോലെ അക്കൗണ്ട്സ് ആയിട്ടും മാർക്കറ്റിംഗ് ലെവലിലായിട്ടും IT ഫീൽഡായിട്ടും നമുക്ക് ഒത്തിരി കോഴ്സസ് വരുന്നുണ്ട്. സോ ഒരു സ്റ്റുഡൻറ്റ് നമുക്കിവിടെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ സ്റ്റുഡൻറ്റിന് ഒരു കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും, അവരുടെ പാഷൻ എന്താണ്, ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ കൊടുത്തതിന് ശേഷം അവർക്ക് ആപ്റ്റ് ആണോ HR അഡ്മിനിസ്ട്രേഷൻ എന്നുകൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. സോ ഈ ഒരു ഫ്രീ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹാവ് എ നൈസ് കരിയർ.